എൻ്റെ യു പി കാലഘട്ടങ്ങളിലെ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സാണിത്. ഇവർ രണ്ടുപേരും ഒരുപാട് സന്തോഷം. കാരണം ഞാനിന്ന് അൺഎക്സ്പെക്റ്റഡ്ലി ലിസി ടീച്ചറിനെ കണ്ടെങ്കിലും ടീച്ചർ ഇങ്ങോട്ട് വന്ന് തന്നെ എന്നോട് സംസാരിക്കുകയും പഴയ ഓർമ്മകൾ എന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്തത് ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് സന്തോഷം ടീച്ചറെ. ഗുരുവിലും മീതെ ശിഷ്യൻ വളർന്നതിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കിട്ടി. ഡോക്ടറേറ്റായി ഡോക്ടർ സജീവൻ കാണാനും ആഗ്രഹിക്കുന്നു. എല്ലാ നന്മകളും ആശംസിക്കുന്നു. എന്നും നന്മകൾ. എനിക്കറിയാം കാരണം ഞാൻ ഷിബുവാ അന്ന് അവിടെ വന്ന് നിൽക്കുന്നതല്ല എൻ്റെ മനസ്സിലെന്നും ഉണ്ട്. ഞാൻ റോഡിൽ വെച്ച് കണ്ടാലും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പൊ തന്നെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഉയർന്ന അയ്യോ സന്തോഷം. താങ്ക് യു. നല്ല വാക്കുകൾ വരായിരുന്നു. ഒരു സന്തോഷമുണ്ടോ? ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ മുമ്പിലിരുന്ന ആള് PhD എടുക്കാൻ പറയാ. ഞാൻ ചെയ്തോണ്ടിരിക്കും. വളർച്ചകൾ എന്നും അറിയുന്നുണ്ടായിരുന്നു. പഠിപ്പിച്ച അധ്യാപകരെ മറക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ. അല്ല, കാരണം നമ്മൾ സീറോ ആയിരുന്നു. നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല, സ്വപ്നം കാണുന്നില്ലല്ലോ. കാരണം എന്നെ സംബന്ധിച്ച് ഇന്നത്തെ മൊമെന്റ് ആണെങ്കിൽ പോലും എത്ര പേർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്ന അറിയില്ല. മോനെ, ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഈ സാധാരണ സാഹചര്യത്തിൽ ഇംഗ്ലീഷ് പഠിച്ചു. നമുക്ക് മോനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഗിറാമുട്ടിയാണ്. ആ കാലയളവിൽ മോൻ ഇംഗ്ലീഷിൽ PhD എടുക്കുമെന്ന് പറയുമ്പോൾ ഇരട്ടി മധുരമാണ്. ഞാൻ അച്ഛനാവാൻ പഠിക്കാൻ പോയതുകൊണ്ടാണ് അവിടെ ചെന്ന് പഠിച്ചു. എങ്കിലും കാരണവശാൽ എൻ്റെ ടീച്ചേഴ്സ് എന്നെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കത്, കാരണം ഞാൻ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ടീച്ചർ ഒരു ഡേറ്റ് എഴുതിയിരുന്നു കേട്ടോ. 1998 മറ്റോ വന്നപ്പം എന്താണ് ഇത്ര വർഷം കൂടിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഡേറ്റ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ഒരു ക്ലാസ് എഴുതിയത് എൻ്റെ മനസ്സിൽ.